ഉണക്കക്കപ്പ നമ്മൾ വേവിച്ച ഇതിൽ കൂടുതൽ കുഴയൂല. കുറെ പേര് ചോദിച്ചിരുന്നു എന്റെ ഫുഡ് പോയ്സൺ മാറിയോന്ന്. അപ്പയ്ക്ക് ഇഷ്ടമാണോ ഉണക്കക്കപ്പ? ഇച്ചിരി വിലയുള്ള സാധനങ്ങളൊക്കെ കേട്ടോ, 1000 രൂപയായി എല്ലാം കൂടി. ഞാൻ 270 ഗ്രാമ മേടിച്ചു, അത് മതിയോ? ഈ ഡേറ്റ്സിനൊരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയോ? ആരോ പറഞ്ഞ അമ്മേനെ ലുലു കൊണ്ടുപോയി. എനിക്കിപ്പോ ബ്ലഡിന്റെ വലിയ കുറവില്ലെന്നാ ഡോക്ടർ പറഞ്ഞു. പിന്നെ വേറെ സാധനം എടുത്തോണ്ട് വരാം. വേറെയും ഉണ്ടോ? വേറെ ഉണ്ട്. എന്റെ വകയല്ല എനിക്ക് കിട്ടിയത്. അമ്മ വിശന്ന് ഊപ്പാട് ഇളകി. പിന്നെ എന്നാന്നറിയാമോ, ഉണക്കക്കപ്പ നമ്മള് മേടിച്ച ഉണക്കക്കപ്പ കേട്ടോ, അത് ചാള കൂട്ടി. ആഹാ, അമ്മ എല്ലാരും കൊതിപ്പിക്കാന്ന് തോന്നുന്നു. ഉണക്കക്കപ്പയും മത്തിക്കറിയും. ഇതാ ഉണക്കക്കപ്പ പലപ്പോഴും നമ്മൾ വീഡിയോയിൽ കാണിക്കാറുണ്ട്. എന്നാൾ കാണിച്ചിട്ട് ആരാണ്ട് പറഞ്ഞേ കൊതിയാവണമെന്നൊക്കെ പറഞ്ഞു. ഒത്തിരി പേര് എഴുതാറുണ്ട്. പക്ഷെ എനിക്ക് പോയിന്റ് ഞാൻ പറയാം, ഉണക്കക്കപ്പ നമ്മൾ വേവിച്ച ഇതിൽ കൂടുതൽ കുഴയൂല. ഡ്രൈ ആയിട്ടുള്ള സാധനമല്ലേ. ഉണങ്ങിയ കപ്പ നമ്മൾ വെള്ളത്തിൽ ഒരു 4-5 മണിക്കൂറിട്ട് കുതിർത്തിയച്ചാൽ ഇത് കുക്കറിൽ വേവിക്കണം. ഡ്രൈ ആയിട്ടിരിക്കുന്ന സാധനം കുഴഞ്ഞു കിട്ടൂല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ആരോ പറഞ്ഞായിരുന്നു കുഴക്കണമെന്ന്, നന്നായിട്ട്. ഇതിൽ കൂടുതൽ ഇത് കുഴയൂല, ഡ്രൈ കപ്പയല്ലേ. അത് ചിലപ്പോൾ പച്ചയാണെന്ന് ഓർത്ത് പറഞ്ഞായിരിക്കും. അല്ല, ഞാനത് വൃത്തിയായിട്ട് പറഞ്ഞതാ എന്താ കാരണമെന്നുള്ളത്. ഇതുപോലെ ഇരിക്കുവോളെന്ന് പറഞ്ഞതാണ്. പച്ചക്കറി ആണെങ്കിൽ ഒറ്റ വിസിലിൽ ഇതാവും. ഇത് കുതിർത്തിയാ നമ്മൾ അതുപോലെ വേവിക്കാൻ എടുക്കാവോളൂ. അതുപോലെ പോയിന്റ് കേട്ടോ. ഒരുപാട് കഴിക്കാനും പാടില്ല അല്ലേ? പറ്റൂല. അത് കുതിരും, ഉള്ളിൽ കിടന്ന് കുതിരും. ഇന്നിപ്പോൾ സന്ധ്യയായി, കാരണം വന്നപ്പോഴത്തേക്കും ലേറ്റ് ആയില്ലേ, അതുകൊണ്ടാണ്. 6 മണിയൊക്കെ ആകുമ്പോൾ 5-5 ആകുമ്പോൾ കഴിക്കുന്ന ഏറ്റവും നല്ലതാണ്. അപ്പം ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് സംസാരിക്കാം. കാപ്പി തകർത്താം, സംസാരിക്കാം. പതിവ് പപ്പായ. ഞാനും അങ്ങനെ കഴിക്കുവാണ്. ഉണക്കക്കപ്പയ്ക്ക് ശരിക്കും ഒരു നൊസ്റ്റാൾജിയ ഉള്ളതല്ലേ. പണ്ട് കാലത്ത് മഴയൊക്കെ ഇങ്ങനെ ചോർന്നൊലിച്ച് പെയ്യുമ്പോൾ നല്ല ആവി പറക്കണ ചൂടോടുകൂടി ഉണക്കക്കപ്പ പുഴുക്കല്ലേ. നല്ല ടേസ്റ്റ്. കുറെ പേര് ചോദിച്ചിരുന്നു എന്റെ ഫുഡ് പോയ്സൺ മാറിയോന്ന്. ഫുഡ് പോയ്സൺ ഒക്കെ മാറി, കുഴപ്പമൊന്നുമില്ല. ആന്റിബയോട്ടിക് ഉണ്ടായിരുന്നു, ക്ഷീണമുണ്ട്. അത് കഴിഞ്ഞു. പക്ഷെ ഭയങ്കര ക്ഷീണാണ്, ഒരു രക്ഷയില്ല. ഒരാഴ്ച ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പം നമുക്ക് ഒരുപാട് വർക്കും അതിൻ്റെ ഇടയിലൊക്കെ വരുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കടന്നു പോകാനായിട്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒരുപാട് പേര് പ്രെയർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം അത് കണ്ടപ്പോൾ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പറ്റി ഒരുപാട് പേര് ചിന്തിച്ച അവരുടെ പ്രെയറിൽ നമ്മളെ ഉൾപ്പെടുത്തുന്നു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങളുടെ പ്രെയർ ഏറ്റു. പനിയൊക്കെ മാറി, പക്ഷെ ക്ഷീണം മാറാനുണ്ട്. മരുന്ന് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടെ എടുക്കും ക്ഷീണം കംപ്ലീറ്റ്ലി മാറാനായിട്ട്. അപ്പോൾ എന്തായാലും സന്തോഷം. ഒത്തിരി പേര് ഇങ്ങനെ കരുതുന്നു എന്ന് അറിയണത് നമുക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ, കേൾക്കുന്നത് തന്നെ. അപ്പം വയറിന് പക്ഷെ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇത്തവണത്തെ ഫുഡ് പോയ്സൻ്റെ ഒരു പ്രത്യേകത. പനിയും സിവിയർ ജോയിൻറ്റ് പെയിനും ആയിരുന്നു. പുറത്തുനിന്ന് കഴിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ വെജിറ്റേറിയനാണ് കഴിച്ചത്, എന്നിട്ട് വരെയാണ് എനിക്ക് പ്രോബ്ലം ഉണ്ടായത്. അപ്പോൾ നോൺ വെജ് കഴിച്ചിട്ടൊക്കെ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി സിവിയർ ആയതിനെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. കൂടുതൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ പ്രെയറിലൊക്കെ ഞങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കുന്നതിൽ ഒത്തിരി നന്ദിയും സന്തോഷവും വീണ്ടും അറിയിക്കുന്നു കേട്ടോ. അപ്പയ്ക്ക് ഇഷ്ടമാണോ ഉണക്കക്കപ്പ? എനിക്ക് നാളെ മേടിച്ചതിനേക്കാൾ നല്ലതാണ്. അതല്ല, ആ ചെറിയ തിന്നായിട്ടുള്ളത് മേടിച്ചില്ലേ, അതിലും നല്ലതാണ്. എന്നാ ഇത് കണ്ടപ്പോൾ റഫ് ലുക്കായിരുന്നു. അപ്പയ്ക്ക് ഉണക്കയാണോ ഇഷ്ടം, പച്ചക്കപ്പയാണോ ഇഷ്ടം? പച്ചയാണ് എപ്പോഴും നല്ലത്. രണ്ടിനും രണ്ട് ടേസ്റ്റ് അല്ലേ. അല്ല, മുമ്പ് ഒരു ഉണക്കക്കപ്പ മേടിച്ചില്ലേ, കട്ടി കുറഞ്ഞായിരുന്നു. അതിനേക്കാളും നല്ലതാണ്. ഇന്ന് കൊണ്ടുവന്നേക്കണ സാധനങ്ങൾ എന്തൊക്കെയാന്ന് അറിയാൻ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ഞാൻ കണ്ണാടി വെച്ചിട്ടില്ല. ഇച്ചിരി വിലയുള്ള സാധനങ്ങളൊക്കെ കേട്ടോ, 1000 രൂപയായി എല്ലാം കൂടി. കണ്ണാടി എടുത്ത് വെക്കാൻ മണി 8 മഴയായതുകൊണ്ട് ഒത്തിരി ഡിലേ ആയിരുന്നു. റോഡെല്ലാം ബ്ലോക്ക് ആയിരുന്നു പറഞ്ഞതുകൊണ്ട്
ഡിലയായി വന്നപ്പം നനവുണ്ട്. നനവുണ്ടെങ്കിൽ ടേബിൾ മാറ്റ് അടുപ്പിച്ച് വെക്കട്ടെ, അല്ലെങ്കിൽ ആ അത് വേറെ ഒരു മുറത്തിൽ വെക്കണ നല്ല കേട്ടോ. കാണിച്ചേച്ച് വേഗം മാറ്റാം. നോൺ വെജാ കാണിച്ചേച്ച് വേഗം മാറ്റാം, ശരിയാവില്ല. ആ അത് പനീർ. പനീർ കൊതുകാണെങ്കിൽ അങ്ങനെ. അത് മറ്റേ സൂചി കൊഴുവ. നാളെ അപ്പ പറഞ്ഞില്ലേ കൊറേ കാലായി കഴിച്ചിട്ട്. ഒരു കാര്യം ചെയ്യാം, നാളെ ഇത് വറക്കാൻ എടുക്കുമ്പോ കാണിക്കാം. ക്ലീൻ ചെയ്താണോ? ആ ഞാൻ 270 ഗ്രാമാ മേടിച്ചു. അത് മതിയോ? ധാരാളം മതി. പെട്ടെന്ന് മാറ്റാത് ഫ്രിഡ്ജിൽ. ഇത് എന്തെന്നാ? അതിങ്ങ എടുത്തോ. എനിക്ക് നനവാണെങ്കിൽ എനിക്ക് എത്ര പിടിക്കാന്നതാണ്. ആടിന്റെ കരള. ഓ അത് ഫ്രൈ ചെയ്യാം. കുക്കിങ്ങിന് നമുക്ക് എടുക്കാലോ. നമുക്ക് ഇത് ഞാനിപ്പോ തന്നെ അത് ഫ്രീസറിൽ അതായിരിക്കും നല്ല. ഇത് രണ്ടും ഫ്രീസറിട്ട് വെക്കാം. മറ്റേത് പിന്നെ ധൃതി കൂട്ടണ്ട, അല്ലെങ്കിൽ ലീക്കേജും പ്രശ്നവും. അപ്പൊ ലിവറിന് എന്തായി വില? അത് എടുക്കുമ്പോ പറയാം. ലിവറിന് 1 കിലോ 500 സംതിങ് ആ. ഞാൻ 298 രൂപയ്ക്കാ മേടിച്ചേ. ഇവിടെ ഫ്രീസറിൽ ഇരുന്നാ പോരെ? മതി. പനീർ വഴറ്റി കഴിക്കാം. മിൽക്കി മിസ്റ്റ് തീർന്നായിരുന്നല്ലോ. ഇതെനിക്ക് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കഷ്ണങ്ങൾ തീരെ കുഞ്ഞു കഷ്ണങ്ങളാ. നല്ല കറക്റ്റ് കഷ്ണങ്ങളാ. കഴിക്കാൻ നല്ല രസാ. അത് ഞാൻ വെച്ചേച്ച് വരാട്ടോ. ഇത് നമ്മള് നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. അതെ. തീർന്നായിരുന്ന കഴിഞ്ഞ ആഴ്ചയത് നമുക്ക് കഴിക്കാനെടുക്കാം. ഇത് ഈ ഡേറ്റ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്നറിയോ? ഈ പച്ച ഡേറ്റ്സ് ഇല്ലേ, ഇന്നാള് മേടിച്ചായിരുന്നു. അത് പഴുത്ത് വരുന്ന ആ പരുവാണ്. 120 റുപ്പീസ്, 350 ഗ്രാം. 350 ഗ്രാമിന്റെ. അത് പച്ച ടേസ്റ്റ് പൊട്ടിച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. പഴുത്ത് വരുന്ന ഒരു ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പൊട്ടിക്കണോ? ഈ കിളി കിളൂന്നിരിക്കും. പൊട്ടിച്ചിട്ട് നമുക്ക് ഒരെണ്ണം കാണിക്കാം. കിളി കിളൂന്നിരിക്കും. നല്ല രസാ അത്. കോൺ കാണിച്ചില്ലല്ലോ. അത് ടൂത്ത് പേസ്റ്റ് ആണ്. അമ്മാച്ചന്റെ ഫേവറേറ്റ് ടൂത്ത് പേസ്റ്റ് ആണ്. ജയൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് KP നമ്പൂതിരീസ് ടൂത്ത് പേസ്റ്റ്. ഇതിന് വിലക്കുറവ് കേട്ടോ. 55 രൂപയുള്ളൂ 100 ഗ്രാം. ഇതെന്റെ ഫേവറേറ്റ് സാധനമാണ്. ബി നാച്ചുറലിന്റെ ഗുവ. ഇതിന് ഓഫർ ഉണ്ടായിരുന്നു 89 രൂപ. നേരത്തെ 100 ഇതിപ്പോ ഓഫറിൽ കിടക്കണേ 89. അപ്പൊ ഞാൻ ഓർത്തപ്പോ ഫുഡ് പോയ്സൺ ഒക്കെ ആയിട്ട് ഇരിക്കുന്ന കാരണം ജ്യൂസ് ഒക്കെ കുടിക്കണം നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് മേടിച്ചതാ. പിന്നെ അതേ കോണിന് ഇപ്പൊ ഇത്തവണ ഇത്തിരി വിലക്കുറവ് കിട്ടിട്ടോ. ആരോ നമ്മളോട് പറഞ്ഞു കോൺ ഇത് ചെയ്യണം. ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. മസാല കോൺ മസാല ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ആരോ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്ന ചുമ്മാ കോൺ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിക്കാതെ ഇതുണ്ടാക്കി കഴിക്കാം. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചിലപ്പോ കാണാത്ത സബ്സ്ക്രൈബർ ആയിരിക്കും പറഞ്ഞു. ഞാൻ അയച്ചു കൊടുത്തായിരുന്നു ലിങ്ക്. നമ്മളങ്ങനെ ചെയ്യാറുണ്ട് പറഞ്ഞിട്ട്. 2 കോണിന്റെ ഓഫറാണ്. 2 കോണിന് 52 അങ്ങനെ എന്തോ റേറ്റിന് കിട്ടി. അപ്പൊ ഇത് ഇവിടെ ഇന്ന് ഞാൻ പറയണമെന്ന് ഓർത്തതാ ഇവിടെ നിന്ന് മേടിക്കാന്ന്. അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ വീക്കെൻഡ് ആയതുകൊണ്ട് നീ ലുലുവിൽ കേറുവോന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പിന്നെ പറയാതിരുന്നു. ഞാനിത് ചുമ്മാ സാലഡ് ആക്കി വൈകിട്ട് കഴിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കോൺ സാലഡ് കൊള്ളാം. അപ്പൊ ഇന്നത്തെ ഷോപ്പിംഗ് ഇത്രയാണ്. അതെ. ഇതില് അമ്മയ്ക്ക് എന്താ പറയാനുള്ളേ? ഒന്നും പറയാനില്ല. ഈ ഡേറ്റ്സ് നല്ലതാ. ഞാൻ മറ്റേ ഒരു സംഗതി നമ്മൾ ഡേറ്റ്സ് കൊണ്ട് ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. നമ്മുടെ സബ്സ്ക്രൈബറും പറഞ്ഞു നമ്മളോട് അങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇന്ന് മാർജിൻ ഫ്രീന്ന് അതെവിടെയും ഞാൻ വെച്ചേക്കണമെന്ന് ആലോചിച്ച് നോക്കട്ടെ. അതും മറന്നുപോയോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഓർത്തിരിക്കില്ല. കുഞ്ഞോളുണ്ടായിരുന്നു, പല പണിയിപ്പിക്കലായിരുന്നു. അപ്പൊ മാർജിൻ ഫ്രീ എന്നാണോ മേടിച്ചേ? അത് ശരി. വില 45 രൂപ. 45 രൂപ അല്ല 65 തോന്നുന്നു. 65. അത് നമുക്ക് നാളെ അതിനു വേണ്ടി എടുക്കാം. പിന്നെ ഷേക്കൊക്കെ ഉണ്ടാക്കാൻ എടുക്കാലോ. കാരണം ഇതൊരു നാച്ചുറൽ സ്വീറ്റ്നർ അല്ലേ. ഷുഗറിന് പകരം യൂസ് ചെയ്യാമെന്ന ഒരു സ്വീറ്റ്നർ ആണ്. എത്ര പേര് ഈ ബി നാച്ചുറലിന്റെ ഗുവായുടെ ഫാനാണെന്ന് പറയണേ. ഞാനിത് ചെറുപ്പം മീൻസ് ഇത് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഇവരുടെ ഗുവയുടെ ഭയങ്കര ഫാനാണ്. ഇതിനകത്ത് ഇത്ര വലിപ്പം ഉണ്ടെങ്കിൽ എന്തുണ്ടോ ഷുഗർ കണ്ടന്റ് കമ്പാരിറ്റീവ്ലി കുറവാണ് ഇതിനകത്ത്.
ഇത്ര വലിപ്പമുള്ളത് വെച്ച് നോക്കുമ്പോഴേ ചിലപ്പോ സ്ഥിരം മേടിക്കുമായിരുന്നല്ലോ നമ്മള്. അതെ അതെ പണ്ട് സ്ഥിരം മേടിക്കുമായിരുന്നു. ഇത് കണ്ടോ ടോട്ടൽ ഷുഗർ 12 gram per 100 ml ആണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു 1 ലിറ്ററിൻ്റെ ആണെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ടോട്ടൽ 1 ലിറ്റർ ഉണ്ടല്ലോ. അപ്പോൾ എന്നാലും അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഷുഗർ പൊതുവേ കുറവാണെന്നാണ് അപ്പയുടെ അഭിപ്രായം പറഞ്ഞത് കേട്ടോ. എനിക്കൊരു മോഡറേറ്റ് ലെവലാണ് തോന്നിയത്. ഇത് എടുക്കണില്ലല്ലോ. ഇല്ല. ഇന്ന് കോണെടുക്കാം. എന്നാലും ആവശ്യത്തിന് മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മധുരം ഒട്ടുമില്ലാത്ത ഫ്രൂട്ട് ജ്യൂസ് നോക്കിയാണ് ഞാൻ സാധാരണ വാങ്ങാറ്. പക്ഷേ ഇതിപ്പോൾ സുഖമില്ലാതൊക്കെ ഇരിക്കുന്ന കാരണം നല്ല ക്ഷീണമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പണ്ടത്തെ ആ ഒരു ഇഷ്ടം നോക്കി ഞാൻ സെലക്ട് ചെയ്ത് വാങ്ങിയതാണ്. നമുക്ക് സുഖമില്ലാതൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഓരോ ഇഷ്ടങ്ങൾ തപ്പിപ്പിടിച്ച് പോയി വാങ്ങുമല്ലോ, എന്നിട്ട് കഴിക്കില്ലേ നമ്മൾ. ഇഷ്ടമാണോ ഡേറ്റ്സ് കഴിക്കണേ? കഴിക്കണൊക്കെ ഇഷ്ടം. അധികമൊക്കെ കഴിച്ചാ രക്തമൊക്കെ ഇങ്ങനെ ഉണ്ടാവട്ടെ. നന്നായിട്ടൊക്കെ കഴിച്ചോ. ഇത് കഴിച്ചാ പിന്നെ അസിഡിറ്റി ഉണ്ടാവില്ല. ഇത് നാച്ചുറൽ സ്വീറ്റ്നർ അല്ലേ, കുഴപ്പമില്ല. നമ്മള് പണ്ട് ആരോ പറഞ്ഞ അമ്മേനെ ലുലു കൊണ്ടുപോവാ. ഞാൻ ഇഷ്ടം പോലെ പോകാറുണ്ട് കേട്ടോ. ഞാൻ ലുലുവിലൊക്കെ പോണ ആളാണ്. ഞങ്ങള് പോകുമ്പോ വീഡിയോ എടുക്കാനും മറ്റേ ഇവള് ഞങ്ങളുടെ കൂടെ അന്നേരം ഇവള് ഓഫീസിൽ പോയേക്കണ സമയത്തായിരിക്കും. പിന്നെ ഇപ്പൊ മഴയൊക്കെ പിടിച്ചാൽ പിന്നെ പോക്ക് കുറവാണ്. ധാരാളം പോയി നടക്കണ. ഞങ്ങള് മെട്രോയിൽ ചെന്ന് അവിടെ ഇറങ്ങി വെച്ച സാധനങ്ങള് മേടിച്ച് മെട്രോയിൽ തന്നെ കയറി ഞങ്ങളുടെ സ്റ്റോപ്പില് തൃപ്പൂണിത്തുറ ഭാഗത്ത് വന്ന് ഇറങ്ങി വെച്ച് വണ്ടിയിൽ പോരും. പതിവ് ഞാനും ഹസ്ബൻഡും കൂടെ പോവാറുണ്ട്. കൂടാതെ ഒഴിവ് സമയങ്ങളിൽ ചിലപ്പോൾ ഇവളുമായിട്ടും പോവാറുണ്ട്. അങ്ങനെ ഞങ്ങള് പോവാറുള്ള ആൾക്കാർ തന്നെയാ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ പച്ച പഴുത്ത് വരുന്ന ടൈപ്പ്. അപ്പൊ കണ്ടില്ല. അപ്പഴേക്ക് ഇത് ഇഷ്ടമായിരിക്കും. ഞാൻ ഒരെണ്ണം തിന്നാന്നാ നാന്ദി കൊണ്ടുവന്നതോ. നല്ല ടേസ്റ്റ് ആയത്. പഴുപ്പ് പോലെ ഇരിക്കും. എനിക്ക് ഈ ഒരു പ്രായത്തിലുള്ള ഈത്തപ്പഴം ഭയങ്കര ഇഷ്ടമാണ്. ഒരു 2-3 കയ്യിലെടുത്ത് കാണിക്കുമോ? കയ്യിൽ അമ്മയ്ക്ക് ഒട്ടിപ്പിടിക്കുന്ന ഇഷ്ടമല്ലായിരിക്കും അല്ലേ? അതല്ലേ പറയാം. അളിഞ്ഞിരിക്കും. ഇത് അളിയണമല്ല, ഇത് അളിഞ്ഞിരിക്കൂലെന്നേ. അളിഞ്ഞൊന്നും ഇരിക്കൂല. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല അങ്ങനെ പിടിക്കണത്. ആ പച്ച നോക്കി എടുക്ക്. മതിയോ? ഇതാണ് ഡേറ്റ്സ്. ഡേറ്റ്സ് കണ്ടല്ലോ. ഒരെണ്ണം കൂടെ അങ്ങ് കഴിച്ചോ. അതങ്ങ് എടുത്തോ. ഞാൻ തന്നെ തിന്നാതെ നിങ്ങളൊക്കെ കഴിക്കാം. ഞാൻ കഴിച്ചോളാം. കുപ്പിയിലാക്കി വെക്കാം കേട്ടോ. കവറിൽ വെക്കണ അത്ര ഇതല്ലല്ലോ ഇത്. ശരിക്കില്ലേ പച്ചപ്പിന്റെ രുചിയുണ്ട്. ഇച്ചിരി ഡ്രൈ ആയതാ. അതാകുമ്പോ ഒരു ചെറിയ ചവർപ്പുണ്ടാവും. അതിനൊരു പ്രത്യേക ടേസ്റ്റ്. ആ ചവർപ്പും മധുരവും കൂടെ വരണം. എനിക്ക് ആ ഒരു രുചി ഭയങ്കര ഇഷ്ടാ. ശരിയാ. അവിടുത്തെ എനിക്ക് തോന്നുന്നു 1 കിലോ 300 സംതിങ് കേട്ടോ. ഇത് കഴിക്കും. ഇച്ചിരി ചവർപ്പുള്ളത് കൊടുത്തു അപ്പേക്ക്. നല്ല അതായിരിക്കും ഇഷ്ടം. ആണോ? ചമർപ്പ് അത്ര ഇഷ്ടപ്പെടൂല. ഇതിന് എത്രയാ വില കിലോ? ഇതിന് 1 കിലോ 330 സംതിങ് ആണ് അവിടെ എഴുതി വെച്ചേക്കണേ. ഡേറ്റ്സ് അൽജീരിയ എന്നാണ് അതിന്റെ പേര് കേട്ടോ. അവിടെ ആ തൂക്കി വിൽക്കുന്ന ആ സ്ഥലത്ത് ഏറ്റവും വില കുറഞ്ഞത് ഇതാ. തൂക്കി വിൽക്കണ സ്ഥലത്തെ നമ്മള് വെയിറ്റ് അനുസരിച്ച് എടുക്കില്ലേ, അവിടെ ഇരിക്കുന്നതില് ഏറ്റവും വില കുറഞ്ഞത് ഇതാണ്. ഡേറ്റ്സ് അൽജീരിയ 339 എന്തോ കിലോ വില. നല്ലതാട്ടോ. കുപ്പിയിലിട്ടാക്കട്ടെ. ആ കുപ്പി കാണുമ്പോ എനിക്ക് നമ്മുടെ കാഷ്യൂ ഓർമ്മ വരും. നാളെ ഞാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സിൽ പോയപ്പോ കാഷ്യൂ നോക്കിയപ്പോ അത് അവിടെ ഇരിപ്പുണ്ട്. ആ മോഡല് തന്നെ. ഞങ്ങളില്ലേ കുപ്പിയിലിടണ്ട. കാഷ്യൂവിന്റെ മണമുണ്ട്. ഞാന് പിന്നെ മഞ്ജു ചേച്ചിയോട് അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് പോവുമായിരുന്നു. കാറിൽ പോയപ്പോ മഞ്ജു ചേച്ചിയോട് ഞാൻ പറഞ്ഞു ജാസ്മിൻ വന്നപ്പോ കൊണ്ടുവന്ന കാര്യം. വേറെ കുപ്പി എടുത്തോ. ഇത് വേണേ. ഊണൊക്കെ കഴിയുമ്പോ ഓരോന്നാ കഴിക്കാം. ബ്ലഡൊക്കെ ഉണ്ടാകാനല്ല. എനിക്കിപ്പോ ബ്ലഡിന്റെ വലിയ കുറവില്ലെന്നാ ഡോക്ടർ പറഞ്ഞു. പിന്നെ എഴുതി ക്ഷീണം ഉണ്ടെന്നാ. ഞാൻ പറയാറുണ്ടല്ലോ സാറ്റർഡേ സൺഡേ ക്ഷീണം വരൂ എന്നുള്ളതാണ്. അതിന്റെ റീസൺ എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. രാവിലെ ഉണർവാവും, ഉച്ച കഴിയുമ്പോഴത്തേക്കും ക്ഷീണം ചാവണേന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാം ദൈവം നിശ്ചയല്ലേ. ഇപ്പൊ ഓൾറെഡി 4 കഴിച്ചു കഴിഞ്ഞു. കഴിച്ചാലേ ശരിയാവൂല. 4 കഴിച്ചോ ഇതിനിടയില്? ഞാൻ കണ്ടില്ലല്ലോ. നീ വർത്താനം പറയണതിന്റെ ഇടയ്ക്ക് ഞാൻ അതൊക്കെ കഴിച്ചു.
ഉണ്ടോ കുരു എന്നിട്ട് ഓക്കെ. അപ്പൊ ഇന്നത്തെ ഷോപ്പിംഗ് അല്ല ഷോപ്പിംഗ് കഴിഞ്ഞു. പിന്നെ വേറെ സാധനം എടുത്തോണ്ട് വരാം. വേറെയും ഉണ്ടോ? വേറെ ഉണ്ട്. എന്റെ വകയല്ല എനിക്ക് കിട്ടിയത് എടുത്തോണ്ട് വരാം. അമ്മയ്ക്കിന്ന് കിട്ടി കൊറേ സാധനങ്ങൾ. അപ്പൊ എനിക്കും കിട്ടി, അപ്പയ്ക്കും കിട്ടി. ആഹാ അമ്മയ്ക്കും കിട്ടിയില്ലോ കൊറേ സാധനങ്ങൾ. ഇത് കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്ന എന്റെ വീട്ടിൽ നിന്ന് ഞങ്ങളെ ഭാര്യ, മകളെ, മോളെ, കുഞ്ഞുകുട്ടിയൊക്കെ കൂടെ വന്നപ്പോ കൊണ്ടുവന്ന അതിന്റെ വീഡിയോ വന്നിട്ടില്ല. ആ വീഡിയോ വരാൻ പോണേ ഉള്ളൂ. അവിടെ ഉണ്ടായ റംബൂട്ടാൻ കൊണ്ടുവന്നായിരുന്നു. ഒന്നര ആഴ്ചയായി. അപ്പൊ ഇന്ന് രാവിലെ എന്റെ വീട്ടിൽ നിന്ന് തന്നെ കൊച്ചപ്പന്റെ മോൻ നോബി കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇത് രണ്ടും. നോചാച്ചനെ എല്ലാവർക്കും അറിയാം. അമ്മാച്ചനെ അറിയാമല്ലോ. അപ്പൊ അവിടെ ഉണ്ടായ റെഡ് ലേഡി പപ്പായ 2 എണ്ണം. അത് അപ്പയാണ് പപ്പായയുടെ ആളെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ കുറച്ചൊക്കെ കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പ ഫുഡിന് മുമ്പ് എപ്പോഴും കഴിക്കുന്നതാണ്. അപ്പൊ അവിടെ പഴുത്തു തുടങ്ങി. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാറുണ്ട്. അവൻ ജോലിക്ക് പോണ സമയത്ത് ഇതിലെ രാവിലെ ഇവിടെ കയറിയില്ലല്ലോ, അവിടെ നിന്ന് ഹോണടിച്ചാ വന്നത്. തന്നേച്ച് പോവാന്ന് പറഞ്ഞത് 2 റെഡ് ലേഡി. പിന്നെ നിനക്ക് കഴിക്കാൻ റംബൂട്ടാൻ. ഇത്തവണ റംബൂട്ടാൻ നമുക്ക് കിട്ടി പല സ്ഥലത്ത്. ആദ്യം അമ്മാച്ചനാ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞപ്പോ നോബി കൊണ്ടുവന്നു. ഇനി വേറൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവരാനുണ്ട്. അത് അധികം വൈകാതെ വരും. ആ വീഡിയോ നമുക്ക് ഇടാൻ പറ്റില്ല കേട്ടോ. കാരണം ഫുഡ് പോയ്സൺ ആയത് കാരണം വീഡിയോ എഡിറ്റിംഗ് ഒന്നും നടന്നിട്ടില്ല. അതുപോലെ ഒരു ഷോപ്പിംഗ് വീഡിയോ ഈ ആഴ്ച ഇടാന്നോർത്ത് ഇരുന്നത്, അതിന്റെ എഡിറ്റിംഗ് തുടങ്ങാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഇനിയിപ്പോ ഒരുപാട് പേര് ചോദിക്കണ്ട, അതാ ഞാൻ പറഞ്ഞ. അപ്പൊ അത് മിക്കവാറും അടുത്ത ആഴ്ച ഞാൻ പ്രതീക്ഷിക്കണ്ട്. പക്ഷെ എങ്കിലും പറയാൻ പറ്റില്ല. ചിലപ്പോഴേ അടുത്ത ആഴ്ച പ്രതീക്ഷിച്ചാൽ മതി. ഇങ്ങനെ വീഡിയോയുടെ പരിപാടികളൊക്കെ ചെയ്യണമുണ്ട്. അത് ചിലപ്പോ ആ വീഡിയോയുടെ എഡിറ്റിംഗ് ഒക്കെ കൂടുതലുള്ളതുകൊണ്ട് അത് ഡിലേ ആവും വരാൻ. ചിലപ്പോ എന്റെ വീട്ടിൽ നിന്ന് വന്ന ആ വീഡിയോയും വരാൻ ഡിലേ ആവും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കാണിക്കാൻ. അപ്പൊ ഇതിപ്പോ ഇന്ന് ഞാൻ കാണിച്ചപ്പോ ഇതിപ്പോ ഇന്ന് രാവിലെ കൊണ്ടുവന്നത് കൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് അതങ്ങ് ചേർത്തന്നേ ഉള്ളൂ കേട്ടോ. പഴുത്തതാ. ഇന്ന് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ അമ്മയ്ക്ക് കിട്ടിയ സാധനങ്ങൾ പറഞ്ഞപ്പോ അമ്മയ്ക്ക് എനർജി കൂടുതലായിരുന്നല്ലോ. ഞാൻ കൊണ്ടുവന്നത് പറഞ്ഞപ്പോ ഇന്ന് അമ്മയ്ക്ക് അത്ര എനർജി ഇല്ലായിരുന്നു. എന്റെ വരുമ്പോൾ എനർജി കൂടും. പിന്നെ സന്ധ്യയാകുമ്പോ ഞാൻ പറയാറില്ല, ഞാനും അപ്പയുടെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നല്ലോ എറണാകുളത്തിന്. അപ്പൊ മഴ വരുമ്പോഴത്തേക്കും പിന്നെ അങ്ങ് ക്ഷീണാവും. അതാ. അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇനി ഇതെല്ലാം എടുത്ത് മാറ്റി വെക്കാം. മുടി പോണിട്ടയിലും മറ്റേ കെട്ടിയിട്ടുണ്ടല്ലോ. ഇല്ല, പോണിട്ടയിലല്ല, വന്നപ്പോ പോണി ആക്കിയതാ. ഒരു ക്ലിപ്പ് ഒടിഞ്ഞു പോയി. നിനക്കറിയാം അതിന്റെ മെത്തേഡ്. ക്ലിപ്പ് ഒടിയുമല്ലേ ചെയ്ത. ഞാൻ സാധാരണ ഇടുന്ന ക്ലിപ്പില്ലേ തലയിലേക്ക് ഇട്ടപ്പോ ഈ സാധനം അങ്ങ് ഊരിപ്പോന്നു. അത് ഇവിടെ കയറ്റി വെച്ചാൽ മതി. വെക്കണം. വേറൊരു ക്ലിപ്പ് അങ്ങ് എടുത്ത് വെച്ചതാ. ഇങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പൊ ഇന്ന് കഴിക്കാൻ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്. എടുത്ത് വെക്കട്ടെ ഇനിയല്ല. ഓക്കെ. കോണിന്ന് പൊട്ടിക്കണുണ്ടോ? പൊട്ടിച്ച് റെഡിയാക്കി വെക്കാം. കുപ്പിക്കകത്തിട്ട് വെക്കാം. അപ്പൊ ഒരു കോൺ പൊട്ടിച്ചാൽ മതി. എന്നാ ആ ഒരു കുപ്പിയിൽ കറക്റ്റ് ആയിട്ടിരിക്കും. ഒരു കോൺ പിന്നെ പൊട്ടിക്കാം. അത് മതി കേട്ടോ. അതാ നല്ലത്. ഫ്രിഡ്ജിൽ കയറ്റാൻ സൗകര്യം അതാ. അതെന്താന്നറിയാമോ? അതും കൂടെ അങ്ങ് പറഞ്ഞേക്കാം ഈ കൂട്ടത്തില്. ഇന്നലെ മിനിഞ്ഞാന്ന് കൊച്ചുമോൻ ചാച്ചൻ്റെ അതായത് ഇവിടുത്തെ കസിൻ സിസ്റ്ററിന്റെ മോളുടെ ഹസ്ബൻഡ്, ഏഞ്ചലിന്റെ ഹസ്ബൻഡ്, കൊച്ചുമോന്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേക്ക് കൊച്ചുമോൻ ഏഞ്ചലിന്റെ വീട്ടിൽ അവരറിയാതെ കൊച്ചുമോന്റെ സിസ്റ്റർ ഞങ്ങളെ എല്ലാം വിളിച്ചൊരു ട്രീറ്റ് തന്നു. ഞങ്ങളെല്ലാം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവരിത് അറിയണത്. അപ്പൊ ഞങ്ങളെ വല്യപ്പയുടെ വീട് ഞങ്ങളുടെ ഫസ്റ്റ് റിലേഷൻ ജെസ്സി ആന്റി ഫാമിലി, പിന്നെ കൊച്ചുമോന്റെ ഫാമിലിയിലുള്ളവരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്ന. അപ്പൊ വർക്കിംഗ് ഡേയിലായിരുന്നത് കൊണ്ട് ഇവളെ കൂട്ടാനായിട്ട് സാധിച്ചില്ല. അപ്പൊ ഇവക്കുള്ള ഐറ്റം ഏഞ്ചല് കണ്ടെയ്നറിലാക്കി തന്നു വിട്ടു. അതായത് ഫ്രൈഡ് റൈസും ചിക്കനും പിന്നെ സാലഡ്, പിക്കിൾ ഇതൊക്കെയായിരുന്നു. ചിക്കനും തന്നു വിട്ടു, കേക്ക് ഉൾപ്പെടെ. അപ്പം ആ സംഗതികളൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കണത് കൊണ്ട് നമുക്കത് അതൊന്ന് മാറ്റിയാലാണ് ഇതൊക്കെ ഈ ഫോമിൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ കുപ്പിയിൽ പിന്നെ വെക്കാനുള്ള സ്പേസ് അതിലുള്ളൂ. ഇപ്പൊ ഈ ഫോമിലാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ, തിരികെ എങ്ങോട്ടെങ്കിലും വെക്കാം. വെജിറ്റബിൾ ട്രെയിലാണെങ്കിലും വെക്കാം. അതുകൊണ്ടാ. അപ്പൊ നീ ഏഞ്ചലേച്ചിക്കും കൊച്ചുമോൻ ചാച്ചനും താങ്ക്സ് പറഞ്ഞോ? പിന്നെ ഏഞ്ചലേച്ചിക്കും കൊച്ചുമോൻ ചാച്ചനും എല്ലാവർക്കും, കുടുംബത്തിന് മുഴുവന് അതെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു വീഡിയോയിലൂടെ. അതെ, രേണു അച്ഛനുമാണ് ഇത് ട്രീറ്റ് നടത്തിയത്. കൊച്ചുമോന്റെ സിസ്റ്റർ ആണ് രേണു. അവര്
ഹസ്ബൻഡ് ഒരു അച്ഛനാണ്, അവർ അടിമാലിലാണ് ക്യാമ്പ് ചെയ്യണേ. അവിടെ നിന്ന് ഞങ്ങളെ എല്ലാം ഇൻവൈറ്റ് ചെയ്ത് ഈ ഏഞ്ചലിൻ്റെ വീട്ടിൽ കൊച്ചുമോനെ ഒന്നും അറിയിക്കാതെ എല്ലാ ഗ്യാതറിങ്ങും നടത്തി ഫുഡ് ഉൾപ്പെടെ കൊണ്ടുവന്നു. അപ്പം അങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അപ്പം ഇവർക്ക് അതിന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഇവക്കടെ സംഗതി ഫ്രിഡ്ജിൽ ഇരിക്കുക, ചൂടാക്കി പറക്കി കൊടുക്കണം, അല്ല കഴിക്കണം, അത്രേ ഉള്ളൂ സംഭവം. അവക്കെന്നും പറഞ്ഞ് തന്നു വിട്ടു 3 പേർക്ക് കഴിക്കാനുള്ളത്. ഇപ്പൊ അങ്ങനെ ഇരിക്കണം. ഓക്കെ. ഇപ്പൊ ആശിക്കുട്ടി ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്, നിനക്ക് ഫോട്ടോ കാണാം. അതെ, എനിക്കത് മിസ്സായി പോയി. ഇപ്പൊ എന്നാ ചെയ്യണേ, അതുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാമായിരുന്നു നമുക്ക്. കുറച്ച് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടാകും ആശിക്കുട്ടി, നമുക്ക് കാണാൻ. ഓക്കെ.